ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ഇപ്പം നമ്മൾ രാവിലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുക്കാൻ രാവിലെ എല്ലാ ഉച്ചകളത്തെ ലഞ്ച് തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പം കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പോൾ പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ വാപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. രാവിലെ മോൾക്ക് പനിയാണ്. മോളിപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല കേട്ടോ. പനിയെന്ന് പറയാൻ പറ്റത്തില്ല, വീണ്ടും ജലദോഷമായി. എനിക്കൊന്ന് വാപ്പാക്ക് പനിയായിട്ടിരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കാം കൊച്ചിന് വീണ്ടും ജലദോഷമൊക്കെ ആയത് കേട്ടോ. അല്ലെങ്കിൽ അവൾക്കിങ്ങനെ ഇടയ്ക്കൊന്ന് കുറഞ്ഞിരുന്ന് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതാണ്, വീണ്ടും ആയിട്ടുണ്ട്. അങ്ങനെ അവളൊന്നും പോയിട്ടില്ല, വീട്ടിൽ ഉണ്ട് കേട്ടോ. ഇന്നലെയും പോയിട്ടില്ലായിരുന്നു സ്കൂളിലെ. എന്തായാലും നല്ലതുപോലെ കുറഞ്ഞിട്ട് വിടുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതേ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ മാറ്റി വെക്കാണ് കേട്ടോ, നാളെ കറിക്കെടുക്കാനും എന്തെങ്കിലുമൊക്കെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ഇന്ന് കറി വെക്കാൻ കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മുടെ വീഡിയോ ഇന്നത്തെ ലഞ്ച് തന്നെയാണ് കാണിക്കുന്നത്. കപ്പയും ഉണ്ട്, ചീനിയും ഉണ്ട്. അനിയത്തി വീടിനകമൊക്കെ ഒന്ന് തൂത്തുവാരി തുടച്ച് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് തുടയ്ക്കണം എന്ന് ഇന്നലെ വിചാരിച്ചു, ഇന്നലെ നടന്നില്ല. അപ്പോൾ ഇന്ന് തുടച്ചിട്ട് തന്നതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. 2 ദിവസമായിട്ട് മഴ വലിയ മഴയില്ല, എന്നാലും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, അല്ലാണ്ട് വലിയ പെരുമഴയൊന്നുമില്ല കേട്ടോ. ചെറിയ വെട്ടമൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ എൻ്റെ എല്ലാ തുണികളും ഞാൻ പറക്കി കഴുകിയിട്ട്, അതുപോലെ ഉണങ്ങാൻ മുന്നേ ഇട്ട് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വിറകൊക്കെ കൊത്തിക്കീറി അതും കൂടെയൊക്കെ ഒന്ന് വാട്ടി അകത്തോട്ട് വെക്കാൻ പറ്റി 2 ദിവസം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ചിക്കനൊക്കെ ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ വലിയ കഷ്ണമായിട്ടല്ലേ അവർ വെട്ടിയിടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ചോറ് വെക്കാൻ വേണ്ടി അരിയൊക്കെ അനിയത്തി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട്, രാവിലെ എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് രാവിലെ കഞ്ഞിയാണ് വെച്ചത്. എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷത്തിൻ്റെത് വീണ്ടും വന്നിട്ടുണ്ട്. രാവിലെ കഞ്ഞിയാണ് വെച്ചത് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്തായാലും കഞ്ഞി വെച്ചു. കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. നല്ല തലവേദനയുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ BP കുറയുമ്പം തലവേദന വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ കലക്കി കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അല്ലാണ്ട് പൊടി പച്ചക്ക് ഇട്ടും വെക്കാം, അതായത് മൂപ്പിക്കാതെയും ഇട്ട് വെക്കാറുണ്ട്. മൂപ്പിച്ച് വെക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കത്തില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മളല്ലാണ്ട് ചിക്കനിൽ പൊടിയൊക്കെ ഇടുന്ന ടൈമിൽ ഇട്ട് കൊടുത്തിട്ടാണ് വിരകി എടുക്കാറ്. അങ്ങനെ ഇത്രയും പൊടികളിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച്, പിന്നെ നമ്മളിതേ കഴുകി വെച്ച് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇങ്ങ് എടുത്താൽ മതി. ഉപ്പ് ശകലം ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിങ്ങനെ മിക്സാക്കി എടുക്കുന്നത്. പിന്നെ കറി ആക്കുന്ന ടൈമിലും ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പ് ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പൊടികളൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സാക്കി ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2-3 സവോള എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഞാൻ കൊച്ചുള്ളി ചേർക്കാറില്ല കേട്ടോ. കൊച്ചുള്ളി തൊലിച്ചെടുക്കാനുള്ളൊരു മടി കാരണം എടുക്കത്തില്ലെന്നേ ഉള്ളൂ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതിപ്പോൾ ഒന്നും പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകുന്നവരുണ്ട് കേട്ടോ, പറഞ്ഞില്ലെങ്കിൽ സബ് ചെയ്യാതെ പോകുന്നവരുണ്ട്. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് ചാളയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാളയായിരുന്നേ. അപ്പോൾ നല്ല പരിഞ്ഞിലുള്ള ചാളയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനങ്ങ് മുളക് കറി വെക്കാനായിട്ടാണ് ഇരിക്കുകയാണ്. അപ്പോൾ നാളെ എന്തായാലും എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ പാപ്പാക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിലും മീൻ കറി ചോദിക്കും. അപ്പോൾ എന്തായാലും കറി വെക്കാനായിട്ട് പോവുക കേട്ടോ. അതുകൊണ്ട് ഞാൻ വെട്ടി കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്.
പിന്നെ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റിയിട്ട് കപ്പ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കപ്പയൊക്കെ ഒന്ന് തോലൊക്കെ പൊളിച്ച് ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ചെളി ഉണ്ടായിരുന്നേ. പിന്നെ അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ചോറ് അരി ഇട്ടതല്ലേ ഉള്ളൂ, ഉടനെ നമ്മൾ ആ കലം എടുത്ത് മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 3/4 വേവാവുന്ന ടൈമിന് ചോറ് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കനൽ വരി അപ്പുറത്തെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് കപ്പ വയ്ക്കാമല്ലോ. പിന്നെ കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് കടുകും ഉലുവയും കൂടെ പൊട്ടിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കപ്പയൊക്കെ ഒന്ന് കഴുകി ഇഡ്ഡലി തട്ടിലാട്ടോ വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ആവി കയറി അങ്ങ് വേവുകയും ചെയ്യുമല്ലോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് കപ്പ അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിലും കൂടെ അങ്ങ് തീ അങ്ങ് പിടിപ്പിച്ചു കേട്ടോ. കനൽ വാരി ഇട്ടത് കൊണ്ട് തന്നെ നല്ലതുപോലെ ചൂട് കയറിയിട്ട് പെട്ടെന്ന് കത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വിറകുണ്ടല്ലോ, ഇത് കീറ് വിറവാട്ടോ, ഞാൻ ഇങ്ങനെ കുത്തിക്കീറി എടുത്തതാണ്. പ്ലാവിൻ്റെ ആയിരുന്നു. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിടക്കുവാണ്. അതിൻ്റെ ആ ഒരു നമ്മൾ ഈ കൊത്തി എടുക്കുമ്പോൾ ചെറുതായിട്ട് പൊടിയൊക്കെ വീഴുമല്ലോ, അതൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് എന്തായാലും തീ അങ്ങ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടൊന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് വാടാൻ വെച്ചിട്ട് ഞാൻ ഇത്തിരി എടുത്ത് പറഞ്ഞു കേട്ടോ, ഒന്ന് ഇളക്കി കൊടുക്കണേ, ഞാൻ മീൻ കട്ട് ചെയ്തിട്ട് വരാമെന്ന്. അപ്പോഴത്തേക്കും ചെറിയ നല്ല വെയിലായി. അപ്പോൾ അവിടെ പോയി ഒന്നാമത് തലവേദന എടുക്കുന്നു, അപ്പോൾ അവിടെ പോയി ഇരിക്കാനും ബുദ്ധിമുട്ടല്ലേ. പിന്നെ അതേ മീനൊക്കെ വിട്ടായിരുന്നു, കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ല പരിഞ്ഞിലുള്ള ചാളയായിരുന്നു കേട്ടോ, നല്ല കൊഴുത്ത ചാളയായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനിങ്ങ് എടുക്കുന്നുണ്ട്, കറി വെക്കാം. ഈ പരിഞ്ഞിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച് കേട്ടോ, കുറച്ച് ചാള വറുക്കാനും കൂടെ ഒക്കെ ആയിട്ട് ഞാൻ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച്, ബാക്കി ഞാനങ്ങ് മുളക് കറി വെക്കാനായിട്ടാണ്. ഇവിടെ ഞങ്ങൾ തലയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ചില ആളുകൾ തല എടുക്കാറില്ലെന്ന് പറയുന്നത് കേൾക്കാം. എപ്പോഴോ ഞാനൊരു ദിവസം തല ഇങ്ങനെ വറ്റിച്ച് കറി വെക്കുന്ന കാണിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ തല എടുക്കാറില്ലെന്ന്. ഞങ്ങൾ തല എടുക്കാറുണ്ട്. വലിയ ചാളയുടെ തലയാണെങ്കിൽ, തീരെ കുഞ്ഞു ചാളയുടെ തല എടുക്കാറില്ല, വലിയ ചാളയുടെ തലയാണെങ്കിൽ ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ പറ്റിച്ച് വെച്ച് കപ്പേരയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണേ. അപ്പോൾ ഞാൻ തലയും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ മീനൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ആ സമയത്ത് അവിടെ നല്ലതുപോലെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ടെന്ന് അനിയത്തി വിളിച്ച് പറഞ്ഞു കേട്ടോ. അങ്ങനെ മീനൊക്കെ വെട്ടി തേച്ച് കഴുകി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പൊടികളൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് അനിയത്തി ചിക്കൻ അങ്ങ് തട്ടി കൊടുത്തു കേട്ടോ. ലേശം വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കപ്പ അവിടെ വെന്തിട്ടുണ്ടായിരുന്നു. ആ കപ്പയൊക്കെ ഇനിയൊന്ന് ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക വേവിക്കുന്നത് പോലെ തന്നെ നമ്മൾ കപ്പയ്ക്കകത്തും തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ, അരപ്പ്. ചക്കയുടെ അതേ ഇതിൽ തന്നെയാണ് നമ്മൾ ഇതിലും ചേർക്കുന്നത്. പക്ഷേ ചിലപ്പം ചേർക്കാറുമില്ല. ഉമ്മ അങ്ങനെ മിക്കപ്പോഴും ചേർക്കാറില്ല. ചിലപ്പോൾ അങ്ങ് അരച്ച് ചേർക്കുന്നതും കാണാറുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കാവുന്നവർക്ക് ചേർക്കാം. ഞാൻ എന്തായാലും ചേർക്കുന്നില്ല കേട്ടോ. ഇതിനൊരു നെഗറ്റീവ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുന്നേയൊക്കെ ഇവിടെ ഞങ്ങൾ ചേർക്കാറുണ്ട്. മുന്നേ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഉമ്മച്ചി ചെയ്യുമ്പോൾ ഇങ്ങനെ തേങ്ങ അരച്ച് ചേർക്കുന്നത് കാണാം. അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാതെയും കുഴച്ചെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചീനിയൊക്കെ അവിടെ കുഴച്ച് മാറ്റി. പാത്തുവിന് വേണ്ടി 2-3 കഷ്ണം എടുത്ത് ഞാൻ ഫ്രൈ ആക്കുന്നുണ്ടായിരുന്നേ. പിന്നെന്താ, പിന്നെ മീൻകറി അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുളക് കറിയും കൂടെ വെക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് പാത്തുവിന് വിശക്കുന്നെന്ന് പറയുന്നുണ്ട്. ഇപ്പ ഉള്ളതുകൊണ്ട് ഇപ്പയും കൂടെ ഒക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത് ആ മീൻ ഫ്രൈ ചെയ്ത് അതും കൂടെ അങ്ങ് വെച്ച് കൊടുത്ത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ കറിയും കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ് കേട്ടോ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ കാണാം. ബായ്. അസ്സലാമു അലൈക്കും.